ദുര്യോധനനും ശകുനിയും കർണനുമെല്ലാം യുധിഷ്ഠിരനെ വിവശനാക്കിക്കൊണ്ടേയിരുന്നു. അവസാനം ദ്രൗപദിയെ പന്തയത്തിൽ വെച്ചു. ശകുനിയുടെ അവസാനത്തെ പകിടകളും അവിടെ വീണു. തോറ്റു യുധിഷ്ഠിരൻ തോറ്റു. ഒരു പതിയെന്ന നിലയിലും സഹോദരൻ എന്ന നിലയിലും രാജാവെന്ന നിലയിലും എല്ലാം. രാജസഭയിൽ അതിരൂക്ഷമായൊരു ചിരിമുഴക്കം മുഴങ്ങി. ദുര്യോധനന്റെ അട്ടഹാസം. ചതിയിലൂടെ നേടിയ വിജയത്തിന്റെ അഹങ്കാരത്തിൽ കുളിച്ചു നിന്ന ദുര്യോധനൻ ഭീഷ്മ പിതാമഹനോട് ചോദിച്ചു. പിതാമഹ, ഒരു ദാസിക്ക് രാജ്യസഭയിൽ പ്രവേശിക്കാമല്ലോ? ദാസ് ആയിരുന്നാൽ മതിയല്ലോ. ഭീഷ്മ പിതാമഹൻ ദുഃഖവും അപമാനവും സഹിക്കാതെ ശിരസ്സു താഴ്ത്തി. ദുര്യോധനൻ കൽപ്പിച്ചു. ആരെവിടെ? ദാസി ദ്രൗപദിയെ സഭയിലേക്ക് കൊണ്ടുവരും. ദ്രൗപദി സഭയിലേക്ക് വരാൻ തയ്യാറായില്ല. ദുര്യോധനൻ ക്രോധത്തോടെ ദുശ്ശാസനനോട് പറഞ്ഞു. ദുശ്ശാസന, ആ അഹങ്കാരിയായ ദാസിയെ സഭയിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുവരൂ, പോകൂ. ദുശ്ശാസനൻ ദ്രൗപദിയെ പിടിക്കാൻ നീങ്ങിയപ്പോൾ അവൾ അവനെ തള്ളിയിട്ടു. ദുശ്ശാസനൻ അവളുടെ വസ്ത്രത്തിൽ ചവിട്ടിപ്പിടിച്ച് ദ്രൗപദിയെ തള്ളി താഴെയിട്ടു. ദ്രൗപദിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ചു സഭയിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി. ദ്രൗപദിയുടെ നിലവിളി രാജ്യസഭയിൽ എങ്ങും മുഴങ്ങി. ദുശ്ശാസനൻ ദ്രൗപദിയെ സഭയുടെ മധ്യത്തിലേക്ക് വലിച്ചു നിലത്ത് ഇട്ടു. ദ്രൗപദി നിലത്ത് കിടന്നുകൊണ്ട് തന്റെ ഭർത്താക്കന്മാരെ നിറകണ്ണുകളോടെ നോക്കി. പഞ്ചപാണ്ഡവർക്കാർക്കും ദ്രൗപദിയുടെ കണ്ണുകളിൽ നോക്കുവാനുള്ള ശക്തിയില്ലായിരുന്നു. ദ്രൗപദി ധൃതരാഷ്ട്രരോട് ചോദിച്ചു. മഹാരാജാവേ, ഹസ്തനാപുരിയിലെ രാജ്യസഭയിൽ എന്ത് അതിക്രമമാണ് നടക്കുന്നത്? ഞാൻ കുരുവംശത്തിൽ കുലവതുമല്ലേ? എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ധർമ്മമാണോ? മൃഗങ്ങളെ വലിച്ചിരിക്കുന്ന പോലെ അതിലും കഷ്ടമായി എന്നെ വലിച്ചഴിച്ചു കൊണ്ടുവന്നതിൽ നിങ്ങൾക്കാർക്കും ഒന്നും പറയാനില്ലേ? പറയൂ പിതാമഹ, ഒരു സ്ത്രീയോട് ഇത്രയും ക്രൂരത ചെയ്തിട്ട് എന്തേ മൗനമായി നിൽക്കുന്നു? മഹാരാജാവ് ദ്രൗപദിയോട് പറഞ്ഞു. പാഞ്ചാല കന്യകെ, നീ ഇപ്പോൾ ദുര്യോധനന്റെ ദാസിയാണ്. എന്താണോ നിന്റെ യജമാനൻ പറയുന്നത് അത് കേൾക്കേണ്ടത് നിനയുടെ ധർമ്മമാണ്. ദ്രൗപദി ഒരു നിമിഷം ഒന്നമ്പരന്നു. എന്നിട്ട് ചോദിച്ചു. ദുര്യോധനൻ പറഞ്ഞു. ദാസി നിർത്തു നിന്റെ വ്യർത്ഥമായ വചനം. വരൂ ദാസി, വരൂ, എന്റെ മടിയിൽ ഇരിക്കൂ, നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഭീമസേനൻ ഇത് കേട്ടതും ക്രോധത്തോടെ പറഞ്ഞു. ദുര്യോധന, നിന്റെ ഈ നിത്യവാക്കുകൾക്ക് തക്കതായ പ്രതിഫലം ഞാൻ നൽകും. ഞാൻ എന്റെ കൈകളാൽ നിന്റെ കാലുകൾ തകർത്ത് നിന്റെ പ്രാണൻ എടുക്കുന്നതാണ്. ഇത് എന്റെ ശപഥമാണ്.